ഹലോ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 നമ്മളെല്ലാവരും കാത്തിരുന്ന എപ്പിസോഡായിരുന്നു ഇന്നലെ നടന്നത്. നമ്മുടെ സ്വന്തം മോഹൻലാൽ സാറ് വന്ന് ഈ ആഴ്ച മുഴുവൻ നടന്ന എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് മിസ്സായവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇന്നലെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നടന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മോഹൻലാൽ സാറിൻ്റെ എൻട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്ത് തരം ഡ്രസ്സ് ചെയ്ത് വന്നാലും വി ആർ വെരി മച്ച് ഹാപ്പി. കാരണം ഇന്നലെ സാർ ഇട്ടിരുന്ന ഡ്രസ്സിനെ പറ്റി ഞാൻ പറയട്ടെ, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു കോസ്റ്റ്യൂമായിരുന്നു സാർ ഇന്നലെ ഇട്ടത്. ആൻഡ് ഓൺലി ഹീ ക്യാൻ പുൾ ഓഫ് ആ ഒരു മുണ്ടിൻ്റെ കൂടെ ഷൂസ്. നമ്മളെല്ലാവരും അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എന്താണ് നടന്നത്, എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം എലിമിനേഷനിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട 8 പേരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അതായത് അനുമോൾ, ശൈത്യ, ഗിസേൽ, ആര്യൻ, രേണു സുധി, മുൻഷി രഞ്ജിത്ത്, സരിക, നെവിൻ എന്നിവരെല്ലാവരും എഴുന്നേപ്പിച്ച് നിർത്തി അവരവരുടെ എന്താ പറയുക, അവർക്ക് എന്താണ് ഈ ഒരു എലിമിനേഷനെ പറ്റി പറയാനുള്ളത്, അവരുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളെല്ലാം സാർ ചോദിച്ചു. ആൻഡ് ഇവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബാക്കിയുള്ളവരുടെ മുഖത്തൊക്കെ തന്നെ നമുക്കൊരു ടെൻഷൻ കാണാമായിരുന്നു. പിന്നെ സാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഗെയിമാണ്. ഇവിടെ പേഴ്സണൽ റിലേഷൻഷിപ്സിന് അധികം സ്ഥാനമില്ല. എല്ലാവരും ഇവിടെ ഓരോ ടൈപ്പ് ഗെയിംസ് കളിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്യാങ് ഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് അബ്യൂസീവായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാനോ ഒന്നുമല്ല. കറക്റ്റായിട്ട് ഗെയിം കളിക്കുക, വിൻ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ ലക്ഷ്യം എന്നുള്ളത് സാറ് വളരെ കൃത്യമായി തന്നെ ഇന്നലെ പറയുകയുണ്ടായി. ആൻഡ് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ ടാസ്കിൽ എല്ലാവരെയും എന്താ പറയുക, എല്ലാവരും നന്നായി പെർഫോം ചെയ്തോ ഇല്ലയോ, ചില ആൾക്കാർക്കൊക്കെ വളരെ ഭയങ്കര ഒരു കടുത്ത വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതും ഒക്കെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചലഞ്ചിൻ്റെ സമയത്ത് ഉറങ്ങിപ്പോയ കണ്ടസ്റ്റൻസിനോട് അതിനെപ്പറ്റി അന്വേഷിക്കുക. ഒപ്പം തന്നെ ഷാനവാസിൻ്റെ അടുത്ത് ഇതൊരു ഗെയിമാണ്, ഗെയിമായി തന്നെ കാണണം, ഇത്തവണ പോട്ടെ, അടുത്ത തവണ നമുക്ക് നോക്കാമെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും വേണ്ട എന്നുള്ളത് സാർ ഓർമ്മിപ്പിക്കുകയും കൂടെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ആൻഡ് അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, രേണു സുധി പോസ്റ്റ് ചെയ്ത വീഡിയോ, അത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് എങ്ങനെയാണ് ആദ്യത്തെ വീക്കിൽ തന്നെ നോമിനേഷനിൽ എങ്ങനെയാണ് രേണു സുധി വരിക എന്നുള്ളത് പുള്ളിക്കാരിക്ക് നേരത്തെ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി? അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് തന്നെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും അവിടെ വളരെ സിൻസിയറായി ഗെയിമൊക്കെ കളിച്ച് എന്താ പറയുക, അവരവരുടെ ഇൻപുട്സ് ഒക്കെ ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നേരത്തെ തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിലിട്ട് മാർക്കറ്റ് ചെയ്ത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് രേണു സുധി പിന്നീട് എൻഡിലേക്ക് ബിഗ് ബോസ് എപ്പിസോഡിൻ്റെ എൻഡിലേക്ക് വന്നപ്പോൾ അതിന് ക്ഷമ പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അപ്പാനി ശരത്തിനെ ലാൽ സാറ് ശകാരിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം ഇത്ര ദേഷ്യം ബിഗ് ബോസ് ഹൗസിനകത്ത് ആർക്കും ആവശ്യമില്ല. ഒരു പൊടിക്ക് ദേഷ്യം കുറയ്ക്കാം, ആ ഒരു ആങ്കർ മാനേജ്മെന്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. ആൻഡ് അതുപോലെ തന്നെ ഓരോ ടാസ്കിലും ആൾക്കാർ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം. അപ്പോൾ കലാഭവൻ സരികയുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, കാണുന്നില്ലല്ലോ, എന്താ എവിടെയാ പോയി ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെയൊന്നും ആവരുത്, ആക്റ്റീവ് ആവണം. ഇപ്പം മുൻഷി രഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു ആക്റ്റീവ് ആയിരിക്കണം, കാരണം ദിസ് ഇസ് എ ഗെയിം, ഇവിടെ ആക്റ്റീവ് ആയിട്ടിരിക്കാത്തവർക്ക് ഒരു സ്ഥാനമില്ല എന്ന് പിന്നെയും കണ്ടസ്റ്റൻസിനെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസ് സീസൺ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് ശരിക്കും സാറ് ഒരു ബൂസ്റ്റ് കൊടുത്തതാണ്. ഓരോ കണ്ടസ്റ്റൻസിനും ഒരു ബൂസ്റ്റ് കൊടുത്തത് തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തതെന്നുള്ള ഹിന്റ് അദ്ദേഹം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ആൻഡ് അറ്റ് ദ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് സാർ ഒരു വാച്ച് ഡോഗിനെ കൊണ്ടുവന്നത് നമ്മൾ കണ്ടു അല്ലേ. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു വാച്ച് ഡോഗ്. ആൻഡ് നമുക്ക് അതിൻ്റെ പേര് നോമിനേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 11 വരെ നമുക്ക് സമയമുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ഇൻസ്റ്റഗ്രാം അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ #RoboDog എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് നമ്മുടെ സ്വന്തം വാച്ച് ഡോഗിന് ഇടാനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് മോഹൻലാൽ സർ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല പേരുകൾ മനസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് ഫണ്ണി ആൻഡ് നോട്ടി ആയിട്ടുള്ള പേരുകൾ മനസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ഏഷ്യാനെറ്റിൻ്റെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ പോയി സജസ്റ്റ് ചെയ്യണം. #RoboDog.
അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നലത്തെ ബിഗ് ബോസ് സീസൺ 7ന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഭയങ്കര സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡൊക്കെ ആയിരുന്നു. ലാസ്റ്റ് വന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റോബോ ഡോഗിനെയൊക്കെ നമ്മൾ കണ്ടു. ആൻഡ് എല്ലാ വീടിനകത്ത് നടക്കുന്ന ഓരോ സെഗ്മെന്റ്സും ഓരോ ഗെയിമും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ നമ്മുടെ കണ്ടസ്റ്റൻസിന് വിവരിച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അനിക്ഡോട്ട്സ് പറഞ്ഞു കൊടുക്കുന്ന മോഹൻലാൽ സാറിനെ നമ്മൾ കണ്ടു. ആൻഡ് എല്ലാവരും ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും നല്ല രീതിയിൽ ഇതുവരെ പെർഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വീക്കാണ്, ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ 7ൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ കീപ് വാച്ചിങ് ബിഗ് ബോസ് സീസൺ 7.